ഇപ്പോൾ എല്ലാ സംഘടനകളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ ഇവരാരും നികുതി കൊടുത്തത് പിന്നെ മുസ്ലിം ലീഗിനും CPM-നും കോൺഗ്രസിനും ഒന്നല്ല. ഇവർ നികുതി കൊടുത്തത് സർക്കാരിനാണ്. ആദ്യത്തെ റെസ്പോൺസിബിൾ അതോറിറ്റി എന്ന് പറയുന്നത് സർക്കാരാണ്. അതുകൊണ്ട് സർക്കാരാണ് ഈ റിഹാബിലിറ്റേഷനെ എങ്ങനെയാണ് റിഹാബിലിറ്റേഷൻ നടത്തുന്നത്, എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് കൃത്യമായിട്ട് ഈ നാട്ടിൽ പറയേണ്ടത് സർക്കാരാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ജീവിച്ചിരുന്നവരൊക്കെ നിങ്ങൾ പരിശോധിക്കുക. ഗൾഫിൽ പോയി അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയവർ, കൃഷി നടത്തി അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയവർ, 2000-3000 സ്ക്വയർ ഫീറ്റിൽ താമസിച്ചിരുന്ന ആളുകൾ, അവർ നിരാലംബരാവുകയാണ്. അങ്ങനെ നിരാലംബരാകുമ്പോൾ ഒരുപാട് സംഘടനകൾ അവരൊക്കെ നമ്മൾ അഭിനന്ദിക്കുകയാണ്, അവർക്ക് സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊക്കെയും ഒരു ഔദാര്യം പോലെയാണ് അവർക്ക് തോന്നുക. എന്നാൽ സർക്കാർ കൊടുക്കുന്നതാണ് ഒരു അഭിമാനത്തോടെ, അവൻ്റെ അവകാശബോധത്തോടെ അവന് വാങ്ങാൻ കഴിയുക. ഇതിലാദ്യം സർക്കാർ ആ ബോധത്തോടു കൂടിയാണ് ഈ ആളുകളെ സമീപിക്കേണ്ടത് എന്നാണ്. ഇപ്പോൾ യൂത്ത് ലീഗിൻ്റെ വൈറ്റ് കാർഡിൻ്റെ വോളണ്ടിയർമാർ ഭക്ഷണം കൊടുത്ത സമയത്ത് ഒരു പോലീസ് ഓഫീസർ വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളെ ഭക്ഷണമൊന്നും ആവശ്യമില്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ കൊടുത്തോളാം. ഈ ഈഗോ വീടിൻ്റെ കാര്യത്തിലും സ്ഥലത്തിൻ്റെ കാര്യത്തിലും സർക്കാർ കാണിക്കണം. നിങ്ങളെ സഹായമൊന്നും വേണ്ട, ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുന്ന അഭിമാനമാണ് സർക്കാർ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ആ പറഞ്ഞ വാക്കിനെ ഞാൻ നിരാകരിക്കാൻ നിൽക്കുകയല്ല. ഭക്ഷണമൊക്കെ നമ്മൾ വിശക്കുന്നവർക്ക് ഭക്ഷണം നമ്മൾ ഇനിയിപ്പോൾ ഏത് പോലീസ് ഓഫീസർ വന്നാലും ഏത് ആൾ വന്ന് പറഞ്ഞാലും ഞങ്ങൾ ഇനിയും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളെ പണി അത് തന്നെയാണ്. പക്ഷേ ഒരു പ്രശ്നം കൂടി എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ അല്ല, ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനാണ്. ഞങ്ങൾ ചാരിറ്റി ഇപ്പോൾ പറഞ്ഞു വീട് പിന്നെ ചെയ്യുന്നുണ്ട്. ആ വില്ലേജിന് ആവശ്യമായിട്ടുള്ള സർക്കാർ പ്രഖ്യാപിക്കുന്ന എല്ലാത്തിൻ്റെയും കൂടെ നിൽക്കുമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യുക തന്നെ ചെയ്യും. പക്ഷേ ഞങ്ങളൊരു ചാരിറ്റി ഓർഗനൈസേഷൻ അല്ല, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അതുകൊണ്ട് അവകാശങ്ങളെക്കുറിച്ചും ഈ മനുഷ്യരുടെ അവർക്ക് ഗവൺമെൻറ് കൊടുക്കേണ്ടുന്ന അവകാശങ്ങളെക്കുറിച്ച് പറയാൻ വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് ബാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം. നിങ്ങൾ ഇതേ പ്രായത്തിൽ ഇവിടെ നിൽക്കുന്ന എല്ലാ മീഡിയ പ്രവർത്തകരും എനിക്കറിയാം, നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, സുനാമി, കവളപ്പാറ, അതുപോലെ തന്നെ പുത്തുമല, പിന്നെ എന്താണ് പെട്ടിമുടി, കൂട്ടിക്കൽ, ഇതൊക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത ദുരന്തങ്ങളാണ്. ആ റിപ്പോർട്ട് ചെയ്ത ദുരന്തങ്ങളുടെ റിഹാബിലിറ്റേഷൻ എങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന്, അവിടുത്തെ ആളുകളിൽ ആരാണ് പിന്നെ പഴയ പോലെ ജീവിതാവസ്ഥയിലേക്ക് തിരിച്ചു വന്നത് എന്ന് നിങ്ങൾ മീഡിയയുടെ ആളുകൾ പറഞ്ഞോളൂ. ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള താനൂർ ബോട്ടപകടം, കട്ടക്കാട് ബോട്ടപകടം, തേക്കടി ബോട്ടപകടം റിപ്പോർട്ട് ചെയ്ത യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പത്രക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ആ ബോട്ടപകടത്തിൽ ദുരന്തം സംഭവിച്ചവരുടെ റിഹാബിലിറ്റേഷനെ, നഷ്ടത്തെ എങ്ങനെയാണ് ഗവൺമെൻറ് പരിഹരിച്ചത് എന്ന് നിങ്ങളൊന്ന് പറയും. അപ്പോൾ ഇതിന് നാളെ ഇതിനേക്കാൾ വലിയൊരു ദുരന്തം വരുമ്പോൾ ഈ ദുരന്തങ്ങൾ മറന്നു പോകാനുള്ളതല്ല, മറന്ന് നമുക്ക് പോകാം. ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തം അതല്ല. അതുകൊണ്ട് റിഹാബിലിറ്റേഷൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ട് പിന്നെ ഒരു ഉത്തരവാദിത്തമാണ്.